കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഓരോ ദിവസവും ഓരോ ഗാർഹിക പീഡനത്തിന്റെ കഥകളാണ് വരുന്നത്. വീട്ടുകാരെ ഭയന്ന് കുട്ടികളുമായി ഒളിച്ചു പോകേണ്ട ഗതികേടുണ്ടാകുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടാകുന്നു. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ മാറുന്നു? അപ്പോഴാണ് ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടത് കേരളത്തിന്റെ പോലീസിന്റെ മുമ്പിലാണ്. സർ, ഈ പോലീസ് എന്ന് പറയുന്നത് കൗൺസിലിംഗിന് നിയോഗിക്കപ്പെട്ട സ്ഥാപനമാണോ? മാതൃകാപരമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. മാതൃകാപരമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ മാതൃകാപരമായി അന്വേഷണം നടക്കണം. മാതൃകാപരമായി അന്വേഷണം ഇതുവരെ നടത്തുന്നതിൽ ഏറ്റുമാനൂർ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു, വിമുഖത കാണിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ അന്വേഷണ ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുന്നതുവരെ ക്രൈംബ്രാഞ്ച് ആണെങ്കിലും റിസൾട്ട് ഒന്നു തന്നെ ആകുമെന്നുള്ള തിരിച്ചറിവ് സമരഭടന്മാർക്കുണ്ട്, സമരത്തിന്റെ നേതാക്കന്മാർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാന ഞായറാഴ്ച ഏപ്രിൽ മാസം 13-ാം തീയതി രാവിലെ പള്ളിയിൽ പോയി സന്തോഷത്തോടുകൂടെ കുരുത്തോലയുമായി നിൽക്കുന്ന ദൃശ്യം വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ട ജിസ്മോൾ. അതിനുശേഷമുള്ള 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 13-ാം തീയതി രാത്രിയില് 14-ാം തീയതി പകല് 14-ാം തീയതി രാത്രിയില് ഈ സമയത്ത് സ്വന്തം പിതാവും മറ്റ് ആളുകളും ബന്ധുക്കളുമൊക്കെ ജിസ്മോള് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ കിട്ടിയിരുന്നില്ല. അപ്പൊ ആ കൊച്ചെന്ന് പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. ചേട്ടാ, സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും വേദന അനുഭവിക്കുന്നവർക്കും നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകയും അഡ്വക്കേറ്റുമായിരുന്ന ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഏറ്റ ഒരു മുറിവിൻ്റെ അടിസ്ഥാനത്തിലാവണം, കഴിഞ്ഞ 10 വീട്ടിൽ നിന്നും കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാവണം ആത്മഹത്യ ഉണ്ടായത്. തീർച്ചയായിട്ടും അത് കണ്ടെത്തുന്ന വരെ ഈ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന ധർണാ സമരത്തിൽ ഈ സമര പരമ്പരകൾക്ക് ഈ നിങ്ങളോടൊപ്പം ഞാനും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനങ്ങളും എല്ലാവിധ പിന്തുണയുമായി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാവനമായ തിരുനക്കര മൈതാനത്ത് വളരെ പ്രിയപ്പെട്ട നമ്മുടെ നമ്പൂതിരി സാർ സൂചിപ്പിച്ചതുപോലെ അഹിംസയുടെ പ്രവാചകനായിട്ട് ഭാരതം അംഗീകരിക്കുന്ന രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്കു സമീപം നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെയൊരു സഹന സമരം നടത്തുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, സത്യം വെളിച്ചത്ത് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അതേപോലെ 2 മാലാഖ കുഞ്ഞുങ്ങൾ ഇന്ന് സ്വർഗീയ സന്നിധിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ആ വേർപാട്, അവരുടെ ആ മരണം നമ്മളെ വലിയ തോതിൽ വേദനിപ്പിക്കുകയാണ്. ഇനിയും ഒരു കുഞ്ഞിനും ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടാകാൻ പാടില്ല. ഒരു അമ്മയ്ക്കും ഒരു സഹോദരിക്കും ഒരു വ്യക്തിക്കും ജീവിതത്തില് ഭർതൃഗ്രഹത്തിലുണ്ടായ പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സാധാരണ നമ്മൾ ഏത് ധർണയിലും ഏത് സമരത്തിലും പങ്കെടുക്കുമ്പോൾ അവിടെ പുരുഷ പങ്കാളിത്തമാണ് കൂടുതലുള്ളത്. എന്നാൽ ഇന്ന് വേദനിക്കുന്ന ആ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ നൂറുകണക്കിന് സ്ത്രീജനങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ജിസ്മോളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നില്ല ജിസ്മോള്. ഒരു വാർഡിനെ നയിച്ചിരുന്ന, ഒരു പഞ്ചായത്തിനെ നയിച്ചിരുന്ന ജിസ്മോള് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം പീഡനം, അത് നിറത്തിന്റെ പേരില്, സമ്പത്തിന്റെ പേരില് നിരന്തരമായ പീഡനം ഭർത്തൃമാതാവിൽ നിന്നും പിതാവിൽ നിന്നും സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നും ഒക്കെ ഏറ്റുവാങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീതി പിടിച്ചു വാങ്ങുക എന്നുള്ള ഒരു പ്രക്ഷോഭം ജനതയ്ക്കുണ്ട്. യാഥാർത്ഥ്യമായ നീതി നമ്മൾക്ക് ലഭിച്ചില്ലെങ്കിൽ ആ നീതി പിടിച്ചു വാങ്ങുക, അതിന് ഏതറ്റം വരെയും പോകുക, അതിന് സമരമാർഗങ്ങൾ ഉപയോഗിക്കുക. അതിന് ഞങ്ങള് അക്രമത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ യഥാർത്ഥ സമരമാർഗം ഉപയോഗിച്ചുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വെക്കുകയാണ്.
പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ബിനോയ് എടയോടിയിൽ, പ്രിയപ്പെട്ട ശ്രീ പഞ്ചായത്ത് മെമ്പർമാർ, അയർക്കുന്നം പഞ്ചായത്ത് ശ്രീമതി ശാന്തി പ്രഭാത്, മുത്തോലി പഞ്ചായത്തിൻ്റെ മെമ്പർമാർ പ്രിയപ്പെട്ട ശ്രീ ടോമി കെജുമന്താനം, ശ്രീമതി ആര്യ, ശ്രീ സന്തോഷ് കാവക്കാട്ട്, ശ്രീ ഷിബി വലിയമ്പള്ളിൽ, പ്രിയപ്പെട്ട ശ്രീ മാറ്റുക്കുട്ടി ചേന്നാട്ട്, ബഹുമാനരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, ജനനേതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് പരിപാവനമായ കോട്ടയം തിരുനക്കരയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലേക്ക് നീറിക്കാട്ടെയും പടിഞ്ഞാറ്റിൻകരയിലെയും ജില്ലയിലെ പല പ്രദേശങ്ങളിലെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാര്യത്തെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിക്കാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും അഭിഭാഷകയും ഒക്കെ ആയിരുന്ന പ്രിയങ്കരിയായിരുന്ന അഡ്വക്കേറ്റ് ഇസ്മോൾ, 2 കുഞ്ഞുങ്ങളും മരണമടഞ്ഞിട്ട് ഇന്ന് ദിവസങ്ങൾ പിന്നിടുക. കഴിഞ്ഞ ഏപ്രിൽ മാസം 15-ാം തീയതി ഉച്ചയോടെ കൂടിയും ഉച്ചയ്ക്ക് ശേഷവുമാണ് കോട്ടയം ജില്ലയെ ഞെടുക്കിയ, മലയാളികളുടെ മുഴുവൻ മനസ്സിലേക്ക് ആഴത്തിൽ ദുഃഖം കലർത്തിയ 3 മരണങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞത്. ജിസ്മോള് മിടുക്കിയായ ഒരു അഭിഭാഷകയായിരുന്നു, ഒരു പൊതുപ്രവർത്തകയായിരുന്നു, കുടുംബ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലായിരുന്നു. എന്ന് മാത്രമല്ല വളരെ നല്ല പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ജീവിതത്തിന്റെ നൈരാശ്യത്തിനോടുകൂടി ജീവിച്ച വ്യക്തിയായിരുന്നില്ല പ്രിയപ്പെട്ട ജിസ്മോൾ. 19 പ്രിയപ്പെട്ട ജിസ്മോളെ അയർക്കുന്നേക്ക് വിവാഹം കഴിച്ചപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയിട്ടാണല്ലോ ഒരു യുവതി ജീവിതത്തിലേക്ക് സ്വാഭാവികമായും കടക്കുന്നത്. പാലായിലെ ജിസ്മോളുടെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ഈ സമരം ഉൾക്കൊള്ളുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മോൻ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശശി, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജൻ മുണ്ടമറ്റം, അയർക്കുന്നം പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശാന്തി, മറ്റ് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ സമര ഭടന്മാർ, പ്രിയമുള്ളവരെ, ഒരു ഞാൻ ഓർക്കുന്നു, എൻ്റെ ഓഫീസിലേക്ക് ജിസ്മോളിൻ്റെ പിതാവും ശശിയും ഒരുമിച്ചാണ് ആദ്യം എൻറോൾമെന്റിന് അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിനായിട്ട് വന്നത്. സജീവമായി കോടതി നടപടികളിൽ ഇടപെട്ടുകൊണ്ട് അത് പഠിച്ച് എൻറോൾമെന്റിന് ശേഷം വളരെ സജീവമായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷക. ജിസ്മോളുടെ വിവാഹത്തിൻ്റെ അന്ന് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് നഗരേഷ് വിവാഹത്തിൽ പങ്കെടുത്തു. എൻ്റെ ഒരു സൗഹൃദത്തിലുള്ള നഗരേഷുമായി സംസാരിച്ചപ്പോൾ അന്ന് നഗരേഷിനോട് പറഞ്ഞത്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്ന വനിതാ അഭിഭാഷകരിൽ ഏറെ ഭാവി കാണുന്ന ഒരു അഭിഭാഷകയായി ജസ്റ്റിസ് നഗരേഷ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഒരു വലിയ അഭിഭാഷക എന്നുള്ള നിലയിൽ ഒരു വലിയ ഭാവി. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയായി നടത്തണം. ഈ ഒരു അർത്ഥത്തിൽ ഒരു നല്ല പൊതുപ്രവർത്തകയും ഒരു നല്ല അഭിഭാഷകയുമായി മാറേണ്ടിയിരുന്ന ജിസ്മോളാണ് വിവാഹത്തിന് ശേഷം സ്വന്തം കുട്ടികളുമായി ചേർന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് ഒരു കുട്ടി തള്ളിവിടപ്പെടുന്നു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്.
ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു കാലത്ത് നമ്മളെല്ലാം, അന്നത്തെ കേരളത്തിലെ പൊതുപ്രവർത്തകരെല്ലാം വടക്കേ ഇന്ത്യയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് വധു മരണപ്പെടുന്നതിനെക്കുറിച്ച് പ്രതിഷേധിക്കുകയുണ്ടായിട്ടുണ്ട്, വിലപിക്കുകയുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞിരുന്നു കേരളമാണിത്, കേരളം ഈ കാര്യത്തിൽ വളരെ ആശാവഹമായ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിൽ ഗാർഹിക പീഡനത്തിന്റെ എണ്ണം കുറവാണ്. ഗാർഹിക പീഡനത്താൽ വധുക്കൾ ഗതികേടുണ്ടാകുന്നത് കുറവാണ്. കേരളത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കാറില്ല, ഒരു കാലത്ത് നാം പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഓരോ ദിവസവും ഓരോ ഗാർഹിക പീഡനത്തിന്റെ കഥകളാണ് വരുന്നത്. ഒളിച്ചു പോകേണ്ട ഗതികേട്, വീട്ടുകാരെ ഭയന്ന് കുട്ടികളുമായി ഒളിച്ചു പോകേണ്ട ഗതികേടുണ്ടാകുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടാകുന്നു. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ മാറുന്നു? അപ്പോഴാണ് ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് കേരളത്തിന്റെ പോലീസിന്റെ മുമ്പിലാണ്. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഉണ്ടായി. ഒരച്ഛൻ ആയുധമെടുത്ത് തല്ലുന്നതുമായ ചിത്രം. ഫോട്ടോ എടുത്ത് പോലീസ് പരാതി കൊടുത്തു. പോലീസ് പറഞ്ഞത് ഇതെന്താ ഫ്രാങ്ക്, ഇത് ശരിക്കുള്ള നടപടിയല്ല, ഇത് തമാശക്ക് ചെയ്തതാണ്. 8 വയസ്സുള്ള ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് സ്വന്തം അമ്മയെ കൊണ്ടുവരാൻ വേണ്ടി അയാൾ നടത്തിയ നാടകമായി ചിത്രീകരിച്ചു. പൊതുസമൂഹം ഉണർന്നു, പോലീസിന് കേസെടുക്കേണ്ടി. എത്ര സംഭവങ്ങൾ! ഈ തന്നെ തൊട്ടു മുമ്പ് ഒരമ്മയും 3 കുട്ടികളും ട്രെയിനിന് മുമ്പിൽ ചാടിയ മുൻകൂട്ടി കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആദ്യം കരിങ്കുന്നം പോലീസിൽ പരാതി കൊടുത്തത്. പോലീസ് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് താമസിക്ക്, ഒരുമിച്ച് വിഷയം തീർക്ക്, കുടുംബ വിഷയമല്ലേ. ഈ പോലീസ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണോ? കൗൺസിലിംഗിന് നിയോഗിക്കപ്പെട്ട സ്ഥാപനമാണോ? കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണമല്ലേ വേണ്ടത്, നടപടി വേണ്ടത്. സമയാസമയങ്ങളിൽ പോലീസുകാർ നടപടിയെടുത്തിരുന്നുവെങ്കിൽ എത്ര കുടുംബങ്ങൾ, എത്ര കുട്ടികൾ, എത്ര പിഞ്ചു കുട്ടികളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ കേരളത്തിൽ പോലീസിന്റെ ിരിക്കുന്നു പോലീസ് പൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്ന സംവിധാനമായി മാറി. വീട്ടിലെ മൊബൈൽ പരിശോധിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണല്ലോ ജോസ്മൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം പീഡിപ്പിക്കാൻ നേതൃത്വം നൽകിയ ജിസ്മോയുടെ ഭർത്തൃമാതാവ് ഇപ്പോഴും സുരക്ഷിതമായി അകത്തു കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജിസ്മോയുടെ അകത്തു കിടക്കുന്ന ഭർത്തൃപിതാവിന്റെയും ഭർത്താവിന്റെയും ജാമ്യം ജില്ലാ കോടതിയിൽ വരുമ്പോൾ കോടതിയിലെ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. എല്ലാ സർക്കാർ വക്കീലന്മാരും കോടതിയിലൊരു ജാമ്യാപേക്ഷ വരുമ്പോൾ അന്വേഷണം പൂർണ്ണമായി പൂർത്തിയായതാണ്, എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ പോലും പ്രോസിക്യൂട്ടർമാർ ജാമ്യം നൽകുന്നതിനെ എതിർക്കാറുണ്ട്. എന്തുകൊണ്ട്? ജിസ്മോളിന്റെ ഭർത്താവും പിതാവും ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ആ ജാമ്യാപേക്ഷയെ കോട്ടയത്തെ സർക്കാർ വക്കീൽ എതിർക്കാത്തത്? അന്ന് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. സർക്കാർ വക്കീലിന്റെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധമുണ്ടാവാതെയും കോടതി പ്രശ്നത്തിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. ആരാ സർക്കാർ വക്കീലിന് നിർദ്ദേശം നൽകുന്നത്? കേരളത്തിന്റെ പോലീസ്. ഏറ്റുമാനൂർ പോലീസ് ജാമ്യം നൽകുന്നതിൽ വിരോധമില്ല എന്നുള്ള നിലപാട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എടുത്തത്? ഇത്തരം ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ തൊട്ടടുത്തു നിന്നാണ് ഈ സമരം നടത്തുന്നത്. സഹന സമരത്തിന്റെ അപ്പോസ്തലനാണ് മഹാത്മാഗാന്ധി. പക്ഷേ ഇത്തരം കുടുംബ പീഡനങ്ങളിൽ കേവലം സമരം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ
ഇരുട്ടാക്കുന്ന പോലീസിന്റെ നയം മാറണമെങ്കിൽ കേവലം സഹന സമരം കൊണ്ട് വർത്തമാന കാല കേരളത്തിൽ ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് രാഷ്ട്രീയമായി പറയുന്നത്. അത് വർത്തമാനകാല കേരളത്തിൽ അതാണ് നടക്കുന്നത്. അതിനെതിരായി ഒരു യോജിച്ച മുന്നേറ്റം ഉണ്ടാവണം. ജിസ്മോൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ മാതൃകാപരമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ മാതൃകാപരമായി അന്വേഷണം നടക്കണം. മാതൃകാപരമായി അന്വേഷണം ഇതുവരെ നടത്തുന്നതിൽ ഏറ്റുമാനൂർ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു, വിമുഖത കാണിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ അന്വേഷണ ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുന്നത് വരെ കേരളത്തിലെ പോലീസിനെ കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാലും ഈ പോലീസിനെ കെട്ടിയിട്ടിരിക്കുന്ന ആളുകൾ തലപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ക്രൈംബ്രാഞ്ച് ആണെങ്കിലും റിസൾട്ട് ഒന്നു തന്നെ ആകുമെന്നുള്ള തിരിച്ചറിവ് സമരഭടന്മാർക്കുണ്ട്, സമരത്തിന്റെ നേതാക്കന്മാർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ വരെ വേണമെങ്കിൽ കേരളത്തിൽ ഈ അന്വേഷണത്തിൽ കൊണ്ടുവരാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഈ സമരസമിതി തയ്യാറാകുമ്പോൾ മുത്തോലിയിലെ അയർക്കുന്നത്തെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം കോട്ടയത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ആ പ്രതീക്ഷയിൽ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ. നാരായണൻ നമ്പൂതിരിയും ശശികുമാറും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെയൊരു പ്രതിഷേധ സമരം പടിഞ്ഞാറ്റിൻകരയും അതുപോലെ തന്നെ അയർക്കുന്നത്തുമുള്ള ആളുകൾ നടത്തുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ജിസ്മോളുടെ അമ്മ പഞ്ചായത്ത് മെമ്പറായി, അതിനുശേഷം അമ്മയുടെ മരണത്തോടൊപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജിസ്മോൾ പഞ്ചായത്ത് മെമ്പറായിട്ട് വരികയും ജിസ്മോളോടുകൂടെ 2-3 വർഷക്കാലം ഒരുമിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഒരു പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, അതുകൂടാതെ ഒരു ഹൈക്കോടതി വക്കീല് തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ ഇനിയും ഉണ്ടാകാതിരിക്കുവാനും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ, കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പല വിഷയങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെ അടുത്ത് പരമായ പല വിഷയങ്ങൾക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ട്, പലതും പരിഹരിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ വക്കീൽ എന്ന നിലയ്ക്ക് പല വിഷയങ്ങളും വരുന്നുണ്ട്, അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തൻ്റെ വിഷയങ്ങൾ പുറത്ത് പറയുവാൻ പറ്റാത്ത രീതിയിൽ തന്നെ വളരെ ഗൗരവമായിട്ട് തന്നെ തൻ്റെ ഭർത്തൃ വീട്ടിൽ നിന്ന് അതുപോലെ ഒരു ക്രൂര പീഡനമാണ് ജിസ്മോൾ അനുഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നു. കാരണം പത്രമാധ്യമങ്ങൾ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും നിരവധി കാര്യങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. പക്ഷേ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ പോലും കേരള പോലീസിനില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ അന്വേഷണം എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ ജിസ്മോളുടെ ഭർത്തൃപിതാവ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ യൂണിയൻ്റെ ആളാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയം പറയുകയല്ല, ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേസിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ആ അട്ടിമറി നേരിടാൻ വേണ്ടിയാണ് ഈ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നും അതല്ല അതിലും മേലെ കേന്ദ്ര ഏജൻസികളെ വരെ അന്വേഷിക്കാൻ നമ്മുടെ ഈ ജനം മുമ്പോട്ട് വരും എന്നും ഉള്ള യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോലീസുകാരുടെ ഈ അനാസ്ഥ മൂലം ഒരു വക്കീല്, ഒരു പഞ്ചായത്ത് 2 കുട്ടികളും ആത്മഹത്യ ചെയ്ത സംഭവം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സാധാരണക്കാരായ ഒരു വീട്ടമ്മയുടെ മരണം പോലും തടുക്കാൻ കഴിയാത്ത അനാസ്ഥയാണ് പോലീസിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട്, എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെടുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ അധ്യക്ഷൻ പ്രിയപ്പെട്ട NK ശശികുമാർ, ഇന്ന് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത
കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഏറ്റവും ബഹുമാന്യനായ നാരായണൻ നമ്പൂതിരി സാർ, മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റായ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 45 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്ക് ലഭിച്ച ഒരു മെസ്സേജ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ജിസ്മോളും മക്കളും ഒരു അപകടമുണ്ടായി, എന്താണെന്ന് അറിയില്ല എന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. ആ 45 ദിവസമായിട്ടും ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൻ്റെ ദുരൂഹതകൾ ഇതുവരെ പുറത്തു വരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നാം എല്ലാവരും ഈ കോരിച്ചൊഴിയുന്ന മഴയെ അവഗണിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുട്ടിയായിരുന്നു ജിസ്മോള്. ഞങ്ങളുടെ ഒരു ഇടവക അംഗമായിട്ട് ചെറുപ്പം മുതൽ മിഷൻ ലീഗിലൂടെയും KCYയിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി. +2 കഴിഞ്ഞപ്പോൾ ഞാൻ ജിസ്മോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിനയ് ചേട്ടാ, ഞാൻ നിയമം പഠിക്കാൻ പോവുകയാണ്. ഞാൻ കൊച്ചിനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് നിയമം പഠിക്കാൻ പോകുമെന്ന്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എല്ലാവരും +2 കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ ഫീൽഡിലേക്ക് പഠിച്ച് വിദേശത്ത് പോകുന്ന ഒരു ട്രെൻഡ് ഉള്ള ഒരു രീതിയാണ് ഇപ്പം നിലവിൽ നടന്നു വരിക. അപ്പോൾ ആ കൊച്ചെന്ന് പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. ചേട്ടാ, സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും വേദന അനുഭവിക്കുന്നവർക്കും നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ കുട്ടി പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം സാധാരണക്കാർക്ക് നീതി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന് അതിനുശേഷം അതിന് പഠിച്ച ആ കുട്ടിക്ക് ഇന്ന് നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോവുക. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഗ്രാനായ കത്തോലിക്ക കോൺഫറൻസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ അതിരൂപതയിലെ പ്രഗത്ഭരായ എല്ലാ വക്കീലന്മാരുടെ ഒരു മീറ്റിംഗ് അഭിയന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയത്ത് വിളിച്ചുകൂട്ടി. കോട്ടയത്തെ പ്രമുഖനായ ഷെവലിയർ, സീനിയറായ ഷെവലിയർ കൊടിയന്തർ സാർ ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് ഉൾപ്പെടെ ഏതാണ്ട് 60ഓളം അഡ്വക്കേറ്റുമാരായിരുന്നു അന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. പക്ഷെ അവിടെയെല്ലാം ആ ഗ്രൂപ്പിൽ അത്രയും എലൈറ്റ് ആയിട്ടുള്ള സീനിയർമാരായിരുന്ന വക്കീലന്മാരുൾപ്പെടെയുള്ള ഗ്രൂപ്പിൽ വളരെ വ്യക്തമായ രീതിയിൽ അവരുടെ അഭിപ്രായം പറയുവാൻ, രേഖപ്പെടുത്തുവാൻ ജിസ്മോളിന് സാധിച്ചു എന്നുള്ളതും, അതോടൊപ്പം തന്നെ സീനിയറായ 1-2 അഡ്വക്കേറ്റ്സുമാർ ഈ കൊച്ച എവിടുന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ എന്നെ പരിചയപ്പെടുവാൻ, അപ്പം ഞാൻ ഞങ്ങളുടെ ഇടവിൽ തന്നെ ഉള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇതുപോലെ ഇത്രയും കഴിവുള്ള, ഇത്രയും നിശ്ചയദാർഢ്യമുള്ള ജിസ്മോളെ പോലെയുള്ള ഒരാള് സ്വന്തം കുഞ്ഞു മക്കളെയും കൂട്ടിക്കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം അതാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുക. ജിസ്മോൾക്കുണ്ടായ ഇങ്ങനെ ബോൾഡായ ജിസ്മോള് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ എടുക്കാനുണ്ടായ കാരണം, അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റക്കാർ ആരൊക്കെയാണ്, ആ കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഒരാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഇതിന്റെ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ശശികുമാറും ജോസ്മോൻ മുണ്ടയ്ക്കൽ സാറും നമ്പൂരി സാറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോകാൻ വേണ്ടി അടുത്ത ഏജൻസിയെ, ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും നമ്മൾ ഒരു പടി കൂടെ മുമ്പോട്ട് പോയി ഇത് CBIയുടെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ച് ഇതിനു വേണ്ടി ഇതിന്റെ കുറ്റക്കാരാരാണെങ്കിലും അവരെ ശക്തമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എൻ്റെ അഭിപ്രായവും അപേക്ഷയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാരണം ഇതുപോലെ കഴിയുന്ന ഈ മഴയത്തും ഇതുപോലെയുള്ള ഈ അമ്മ കുഞ്ഞ് പെങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നിരവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സൂചന മാത്രമായി നമുക്ക് കാണണം.
ഈ പ്രശ്നത്തിന് ശക്തമായ വ്യക്തമായ ഒരു ഉത്തരവ് നമുക്ക് ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇന്ന് ഇത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ശക്തമായ ജനകീയ പ്രക്ഷോഭമായി ഇത് മുന്നോട്ട് മാറണം. അതിന് നേരിടുവാൻ ഗവൺമെന്റ് ഒരുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ അഭിവാദ്യങ്ങളും സ്നേഹങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എം കെ ശശികുമാർ, യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജോസ്മോൻ, മുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് ജി മീനാഭവൻ, മുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ആര്യ സബിന്, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തി, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പടിഞ്ഞാറ്റി ഏറെ ബഹുമാനായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂരി സാറ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന അതുപോലെ തന്നെ മികച്ച അഡ്വക്കേറ്റുമായിരുന്ന ശ്രീമതി ജിസ്മോളുടെ മരണത്തിൻ്റെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ ഗാന്ധി സ്ക്വയറിൽ ധർണാ സമരം നടത്തുന്നത്. നമുക്കറിയാം, ഏറ്റവും മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകയും അഡ്വക്കേറ്റുമായിരുന്ന ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഏറ്റ ഒരു മുറിവിൻ്റെ അടിസ്ഥാനത്തിലാവണം, കഴിഞ്ഞ 10 വീട്ടിൽ നിന്നും കിട്ടിയ ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിലാവണം ആത്മഹത്യ ഉണ്ടായത്. തീർച്ചയായിട്ടും അത് കണ്ടെത്തുന്ന വരെ ഈ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന ധർണാ സമര പരമ്പരകൾക്ക് ഈ നിങ്ങളോടൊപ്പം ഞാനും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനങ്ങളും എല്ലാവിധ പിന്തുണയുമായി ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ധർണ നേതൃത്വം നൽകുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ പഞ്ചായത്ത് മെമ്പർ എം കെ ശശികുമാർ, ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ജോസ്മോൻ മുണ്ടയ്ക്കൻ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട രഞ്ജിത്ത് ജി മീനാഭവൻ, വളരെ ബഹുമാനായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി സാർ, പ്രിയപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനർ ശ്രീമതി ശാന്തി, പ്രിയപ്പെട്ട രാധമണ്ഡപറ്റം ആര്യ സബിൻ, ഏറെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ടോമി കിളിവന്താനം, കാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്കരനായ ബിനോയ് ഇടയാടിയിൽ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ വിശദമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ പാവനമായ ഈ ഗാന്ധി സ്ക്വയറിൽ ഉന്നയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജിസ്മോൾ തൻ്റെ 2 പിഞ്ചോമനകളോടൊപ്പം ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടതിലുള്ള വേദനയും പ്രതിഷേധവും വിവിധങ്ങളായ സമരമുറകളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭർത്തൃ ഗ്രഹത്തിൽ ഉണ്ടായ വളരെ വേദനാജനകമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്തു എങ്കിൽ ആ നാട്ടിൽ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശാന്തി പ്രഭാതിൻ്റെയും ആ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തുടർന്ന് സ്വന്തം നാട്ടിൽ പ്രിയപ്പെട്ട അപ്പൂത്തിങ്കൽ തോമസിൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ന നിലയിൽ, അതിലുപരി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരി എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണത്തിലുള്ള ദുരൂഹത നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലെ തന്നെ കോരിച്ചെരിയുന്ന ഒരു മഴയത്താണ് നമ്മളെല്ലാവരും പടിഞ്ഞാറ്റിൻകരയിൽ ഒരു സഹന സമരം നടത്തിയത്. കത്തിച്ച മെഴുകുതിരികളുമായി നമ്മൾ അന്ന് സത്യം വെളിച്ചത്ത് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മൗന ജാഥ നടത്തി പ്രതിഷേധിച്ചു. ഈ സമരം കൊണ്ടൊന്നും വേണ്ടത്ര ഫലം കാണുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ എൻ കെ ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ ഈ ഗാന്ധി സ്ക്വയറിലേക്ക് സമരവുമായിട്ട് കടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാവനമായ തിരുനക്കര മൈതാനത്ത്
വളരെ പ്രിയപ്പെട്ട നമ്മുടെ നമ്പൂതിരി സാർ സൂചിപ്പിച്ചതുപോലെ അഹിംസയുടെ പ്രവാചകനായിട്ട് ഭാരതം അംഗീകരിക്കുന്ന രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് സമീപം നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ ഒരു സഹന സമരം നടത്തുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ സത്യം വെളിച്ചത്ത് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഒരു നാൾ സത്യം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സത്യം വെളിച്ചത്ത് വരാൻ ഇനിയും അമാന്തിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട ജിസ്മോൾക്കും ആ കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കണം. പ്രിയപ്പെട്ട ജോസ്മോൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലിരുന്ന് അവർക്ക് ഈ മണ്ണിൽ നടക്കുന്നു എന്ന് കണ്ടതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ജിസ്മോൾ തീർച്ചയായിട്ടും നീതി അർഹിക്കുന്നു. അതേപോലെ 2 മാലാഖ കുഞ്ഞുങ്ങൾ ഇന്ന് സ്വർഗീയ സന്നിധിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ ആ വേർപാട്, അവരുടെ ആ മരണം നമ്മളെ വലിയ തോതിൽ വേദനിപ്പിക്കുകയാണ്. ഇനിയും ഒരു കുഞ്ഞിനും ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടാകാൻ പാടില്ല. ഒരു അമ്മയ്ക്കും ഒരു സഹോദരിക്കും ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഭർതൃഗ്രഹത്തിലുണ്ടായ പീഡനത്തിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നീതി ലഭ്യമാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. നീതി ന്യായ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്ന പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ഭരണാധികാരികൾക്ക് കടമയുണ്ട് എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്വാധീനത്തിൽ, അത് ഭരണത്തിന്റെ ആകട്ടെ പണത്തിന്റെ ആകട്ടെ, ഏതെങ്കിലുമൊക്കെ ഒരു സ്വാധീനത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. കാരണം പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ജാതിമത വ്യത്യാസമില്ലാതെ നീതി ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന, അതിനായിട്ട് പോരാടുന്ന ഒരു സമൂഹം അന്യം നിന്ന് പോയിട്ടില്ല എന്നതിന് തെളിവാണ് പ്രത്യേകിച്ച് ഇത്രയധികം സഹോദരിമാർ നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, നീർക്കാടിൽ നിന്നും പടിഞ്ഞാറ്റുകരയിൽ നിന്നും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഇവിടെ ഈ സഹന സമരം ഇന്ന് നടത്തുന്നത്. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കും. നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്നതിന് പ്രിയപ്പെട്ട ശശികുമാറിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളിലും സഹകരിക്കുന്ന മുഴുവൻ പേരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പോരാട്ടം സത്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെയും പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്രൈംബ്രാഞ്ച് ഈ മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ഏറ്റെടുക്കട്ടെ. അതുകൊണ്ടും തൃപ്തികരമല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്പൂതിരി സാർ സൂചിപ്പിച്ചതുപോലെ CBIയുടെ അന്വേഷണമാണെങ്കിൽ അത് വരട്ടെ. ഏത് അന്വേഷണമാണെങ്കിലും ഇനിയും ഇങ്ങനെയുള്ള കിരാതമായ പീഡനങ്ങള്, ഗാർഹിക പീഡനങ്ങള് ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കുവാൻ തെറ്റ് ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുവാൻ നമ്മുടെ ഈ പോരാട്ടങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ വന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന ആക്ഷൻ കൗൺസിലിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക്, നമ്മുടെ ശശികുമാറിന്റെ നേതൃത്വത്തിൽ, ശാന്തി പ്രഭാതിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായ പഞ്ചായത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ജാതി മത വർണ്ണ രാഷ്ട്രീയ വ്യത്യാസത്തിന് അതീതമായി ജിസ്മോളുടെയും ആ കുഞ്ഞു മക്കളുടെയും മരണത്തിൽ വേദനിക്കുന്ന മുഴുവൻ പേരോടും ചേർന്ന് നിന്നുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്ക് അർഹമായ നീതി ലഭിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ എല്ലാവരും പിന്തുണയും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ശശികുമാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനായ ജോസ്മോൻ മുണ്ടയ്ക്കൽ, അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി സാർ, മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ രഞ്ജിത്ത് മീനാഭവൻ,
പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ രാജൻ മുണ്ടമറ്റം, ടോമി കഴിവന്താനം, ശ്രീമതി ആര്യ സബിൻ, മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, മതസംഘടനയുടെ നേതാക്കന്മാർ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ ധർണാ സമരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം. അതിൽ തന്നെ ഭൂരിഭാഗവും സ്ത്രീ ജനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഏത് ധർണയിലും ഏത് സമരത്തിലും പങ്കെടുക്കുമ്പോൾ അവിടെ പുരുഷ പങ്കാളിത്തമാണ് കൂടുതലുള്ളത്. എന്നാൽ ഇന്ന് വേദനിക്കുന്ന ആ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ നൂറുകണക്കിന് സ്ത്രീജനങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ജിസ്മോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നില്ല ജിസ്മോള്. ഒരു വാർഡിനെ നയിച്ചിരുന്ന, ഒരു പഞ്ചായത്തിനെ നയിച്ചിരുന്ന ജിസ്മോള് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം പീഡനം, അത് നിറത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ നിരന്തരമായ പീഡനം ഭർത്തൃമാതാവിൽ നിന്നും പിതാവിൽ നിന്നും സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നും ഒക്കെ ഏറ്റുവാങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജിസ്മോൾ തൻ്റെ പിഞ്ചോമനകളുമായി ഇങ്ങനെ ഒരു കൃത്യം നടത്തണമെങ്കിൽ ആ ഏറ്റിട്ടുള്ള ആ പീഡനം, ശാരീരികവും മാനസികവുമായ പീഡനം എത്രമാത്രമായിരുന്നു. അത് ഒരുപക്ഷെ ഒരു കൊലപാതകമാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് കാരണക്കാരായ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും മാത്രം ശിക്ഷിച്ചാൽ പോരാ, ഭർത്തൃമാതാവിനെയും ഭർത്തൃ സഹോദരിയെ ഇവിടെ അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതിന് CBIയോ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണം പൂർത്തീകരിച്ച് നീതി ലഭിക്കുന്നതും വരെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ സമ്മേളനത്തിൽ പങ്കുചേർന്ന ഈ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് ഇതിലെത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ സിബി പഴയമ്പള്ളിയിൽ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കോട്ടയത്തെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതേ സമുദായത്തിൽ നിന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ഷൈനിയും 2 കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത്. കിട്ടിയില്ല. അതിന് തൊട്ട് തന്നെ ഇതേ ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ പ്രിയപ്പെട്ട 2 കുഞ്ഞുങ്ങൾ ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല എങ്കിൽ എല്ലാ ആത്മഹത്യകളും 90% എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. നമുക്കറിയാം, അക്ഷരമുറ്റമാണ്. എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഇവിടെ ഉണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ പ്രശസ്തമായ ഒരു മാധ്യമ നിലയെ നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ 3-4 പേര് കൂടുന്ന എല്ലാ മീറ്റിങ്ങുകളിലും പോലീസുകാരുടെ നിര കാണാറുണ്ട്. ഇവിടെ ഒരു പോലീസുകാരനെ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? യഥാർത്ഥം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മീറ്റിങ്ങിലെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥ നമുക്കില്ല എന്നുള്ള പരമമായ സത്യത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇവിടെ മുത്തോലി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, അല്ല അയക്കുന്നം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണോ ഇത്? ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആത്മഹത്യകൾ വരികയില്ലേ? പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്ത ആ അമ്മമാരോടൊപ്പം 2 അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക വരദാനത്താൽ ജനിച്ച ഈ ഭൂമിയിലെ സുഖങ്ങൾ കണ്ട് ആസ്വദിച്ച് തീരുന്നതിന് മുമ്പ് സ്വന്തം ജീവൻ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അതെന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ എത്രയധികം ആളുകൾ തീർച്ചയായിട്ടും ആ കുടുംബത്തുണ്ടായ വിഷമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും നമ്മുടെ ഒരു കുടുംബങ്ങളിലും ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് തെളിയിക്കേണ്ട ആവശ്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ പോലീസിനോ ഒന്നുമില്ല. കാരണം അവർക്കെന്നും ഓരോ ന്യൂസുകൾ പ്രത്യേകമായിട്ട് വന്നുകൊണ്ടിരിക്കും.
ഷൈനെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം അന്വേഷിച്ച അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസും അന്വേഷിക്കുന്നത്. ഞാൻ നീതി നിർവഹിക്കും, എനിക്ക് പ്രത്യേക മെഡലുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ശരിയായ രീതിയിൽ കേസന്വേഷണം നടത്തി ശരിയായ പ്രതികളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, ജിസ്മോളുടെ അമ്മായിമ്മ എന്ന് പറയുന്ന ബീന ടീച്ചർ നാട്ടിലൊരു ടീച്ചറായിരുന്നെങ്കിലും സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരമമായ ഒരു സത്യമാണ്. അതേ ഒരു മാതാവിൻ്റെയും ആ മാതാവിൻ്റെ മകളുടെയും സ്വഭാവ വൈകല്യങ്ങളാണ് ഷൈനിയുടെ ജിസ്മോളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ പറഞ്ഞ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്ത് അറസ്റ്റ് ഒഴിവാക്കി. ഇന്ന് അസുഖമൊക്കെ കുറേയൊക്കെ കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിലൊരു തീരാവ്യാധി തന്നെയാണ്. എന്നാൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ബാധിച്ചപ്പോൾ പോലും സ്വന്തം മകൻ്റെ മകള് അല്ലെ സ്വന്തം മകൻ്റെ ഭാര്യ സ്വന്തം മകളായിട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന ഭവനത്തിൽ പീഡനങ്ങൾ കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ അവരുടെ അസുഖങ്ങൾ എന്താണെങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവരെ നിയമം അനുശാസിക്കുന്ന എല്ലാവിധ തെറ്റുകൾ അല്ലെ എല്ലാവിധ ശിക്ഷകളും അവർക്ക് നൽകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്വന്തം അമ്മയുടെ സ്വഭാവ വൈകല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിൻ്റെ ഗ്രഹത്തിൽ ജീവിക്കുവാൻ തയ്യാറാകാതെ സ്വന്തം ഗ്രഹത്തിൽ വന്നു നിന്ന് തന്നെപ്പോലെ തന്നെ മറ്റൊരു കുടുംബത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും ദ്രോഹിച്ച ദീപ എന്ന് പറയുന്ന സഹോദരിയെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് അറസ്റ്റ് ചെയ്യുകയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. നമുക്കെല്ലാം ഇവിടെ നാട്ടുകാരെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, എൻ്റെ ഭാര്യയുടെ ഉടനെ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ജോസഫ് ഏട്ടനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ജിസ്മോളുടെ ഫാദറിനോട് പോലും സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, നമ്മളെപ്പോഴും ജോസഫ് ഏട്ടൻ നല്ലവനായിരുന്നു, അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ നല്ല ആളാകാൻ വേണ്ടി എന്തും നല്ല രീതിയിൽ ചെയ്തിരുന്നു, എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയി കുർബാനയിരുന്നു. എന്നിട്ടും സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഈ കൊള്ളരായ്മയ്ക്കെതിരെ നട്ടലില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചതും നട്ടലില്ലാത്ത അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രവൃത്തിയും തന്നെയാണ് ജിസ്മോളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കുടുംബങ്ങളാകുമ്പോൾ പലവിധ പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളുണ്ടാകും. ചട്ടിയും തട്ടിയും മുട്ടിയും നിൽക്കുന്നവരൊക്കെയാണ് എന്നോർത്തുകൊണ്ട് ഒരു അഭിഭാഷക ആത്മഹത്യ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ എത്ര കൊടിയ പീഡനങ്ങളാണ് അവിടെ സഹിക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഇനിയും ഒരു ആത്മഹത്യകൾ പൊതുസമൂഹത്തിൽ നടക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സത്യം പുറത്തു വന്നേ മതിയാകുള്ളൂ. അത് ആരായെങ്കിലും, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിലും അതെല്ലാം പുറത്തു വരണം. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുള്ളത്, ഈ നമ്മുടെ അയക്കൊന്നുള്ള ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു MLA ഇല്ലേ, അതുപോലെ പാലായിൽ ഒരു MLA ഇല്ലേ, ഇവരെ ആരെ എന്തുകൊണ്ട് ഇവിടെ കണ്ടില്ല? ഇവരെല്ലാം തിരഞ്ഞെടുത്തത് നിങ്ങൾ തന്നെയല്ലേ? നാളുകളും വോട്ട് ചോദിച്ചവർ വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയധികം സഹോദരിമാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നെങ്കിൽ സംഭവിക്കാതിരിക്കുന്നെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്നെങ്കിൽ സത്യം പുറത്ത്. അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോവുകയും അതിൻ്റെ അവസാന നിമിഷം വരെ ഏത് രീതിയിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന അവസരം വരെ, അത് പോലീസ് സ്റ്റേഷൻ ആയാലും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ വീടുകളായാലും അതല്ല ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ ജിസ്മോളെ കെട്ടിച്ചുവിട്ട ഭവനത്തിലായാലും അവിടെ എത്തിച്ചേർന്ന് പ്രതിഷേധങ്ങൾ നടത്തി ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാക്കണമെന്നും അതിനുവേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കണമെന്നും തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തനങ്ങളും ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നെ അറിയിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം രാവിലെ നടക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് രാവിലെയാണ് ഈ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് രാവിലെ തന്നെ നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വരുന്ന സമരത്തിൽ അടുത്ത ഏത് സമരമാണോ, വെള്ളിയാഴ്ച അല്ലാതെ ഏത് ദിവസം വെച്ചാലും ജിസ്മോൾക്കും മക്കൾക്കും നീതി ലഭ്യമാക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ഈ കേസ് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് പറയണ്ട, എനിക്കെല്ലാം അറിയാം, അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലുണ്ടായിരുന്ന വക്കീലിൻ്റെ കാര്യമല്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചുകൊണ്ട് എന്താണ് ഈ പ്രതിഷേധ ശക്തി, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ശക്തി എന്താണെന്ന് ഇവിടുത്തെ പോലീസിനെയും രാഷ്ട്രീയക്കാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിന് അതീതമായി
ജാതിമത ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഈ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയവുമില്ല, ഒരു ജാതിയില്ല, ഒരു മതവുമില്ല. ഇവിടെ ജിസ്മോക്കും മക്കൾക്കും നീതി ലഭിക്കണം എന്ന ഒറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കാൻ നല്ല ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ടോമി ജോൺ കെടുവന്താനത്ത് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പ്രതിഷേധ ധർണാ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശശികുമാർ, ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യനായ നമ്പൂതിരി സാറ്, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ, വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ എല്ലാം വളരെ ദുഃഖത്തിലായിട്ട് ജിസ്മോളും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മരിച്ചിട്ട് ഇന്ന് ഏതാണ്ട് 45 ദിവസം കഴിയുകയാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ പോലീസുകാരാണ് കേരളത്തിലേത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരന്വേഷിച്ച ഈ കേസ് ഒരു തുമ്പുമില്ലാതെ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ നമ്മളുടെയൊക്കെ ദുരൂഹതകളൊന്ന് നിറവേറ്റാനോ മാറ്റിത്തരാനോ നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഒന്നുമാകാതെ ഇപ്പോഴും നിൽക്കുകയാണ്. ഏതോ ഒരു തിരക്കഥ തയ്യാറാക്കി തിരക്കഥ അനുസരിച്ച് നീങ്ങുന്നത് പോലെയാണ് ഈ പോലീസ്, ഇവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചത്. കാരണം നമ്മൾക്കറിയാം, ഈ പ്രിയപ്പെട്ട ജിസ്മോളും 2 കുഞ്ഞുങ്ങളും പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു. നീർക്കാട്ടേക്കാളും ഞങ്ങൾക്ക് ജിസ്മോളെ കൂടുതൽ അറിയാം. ചെറുപ്പകാലം മുതൽ ഞങ്ങൾ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ പ്രഗത്ഭയായ ഒരു അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ ഒരു നോട്ടറി പബ്ലിക് ആയി വരുന്ന ഒരു സാഹചര്യം, പല കമ്പനികളുടെയും ലീഗൽ അഡ്വൈസറായിട്ട് വരുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള വളരെ നല്ല രീതിയിൽ ഉന്നതമായ രീതിയിൽ മുമ്പോട്ട് പോകേണ്ട ഒരു വ്യക്തി ഈ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിലെ എന്തോ കാര്യങ്ങൾ കൊണ്ട് മരിക്കുമ്പോൾ, പീഡനം കൊണ്ട് മരിക്കുമ്പോൾ അതിന് പോലും ഒരു തുമ്പുണ്ടാക്കി ഈ കേരളീയ സമൂഹത്തിന് ഏറ്റവും പ്രബുദ്ധരായ സമൂഹമാണ് കേരളത്തിലേതെന്നാണ് പറയപ്പെടുക. പക്ഷേ ഈ പരിഷ്കൃത സമൂഹത്തിൽ അപരിഷ്കൃതം ഒത്തിരിയുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ കുട്ടി മരിക്കുകയും വീട്ടിൽ അനുഭവിച്ച പീഡനത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഈ പൊതുസമൂഹത്തിന് ഒരു നല്ല രീതിയിലുള്ള ഒരു മാതൃകാപരമായ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇതൊരു താക്കീതായിട്ട് ഇതുപോലെയുള്ള പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ നടക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പിടിക്കപ്പെടും എന്നുള്ള ഒരു തോന്നൽ, ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല ഒരു അന്വേഷണം നടത്തി ഇവരെ ശിക്ഷിക്കുവാനുള്ള ഒരു തരത്തിലുള്ള ഒരു നടപടി നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആലോചന നടന്നപ്പോൾ പറഞ്ഞു മഴയായിരിക്കും. പക്ഷേ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് നീതിബോധമുള്ള സമൂഹം അവർ ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ ഈ മഴയെ അവഗണിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ നീതി കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണുള്ളത്. അപ്പോൾ ഇനി ഇത് പോരാ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശരിയായ അന്വേഷണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്രൈംബ്രാഞ്ച് തലത്തിലേക്ക് ഈ അന്വേഷണം പോകണമെന്ന് ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞു. അതും നമുക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട തോമാച്ചൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്, ഏതറ്റം വരെയും നമ്മൾ പോകും. ഏതറ്റം വരെയും പോയി ഈ ജിസ്മോൾക്കും അതുപോലെ ഈ 2 കുഞ്ഞുങ്ങൾക്കും ഇതുപോലെയുള്ള പല കേസുകൾക്കും നമുക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളും. ആ തരത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള മഴയത്തും ഇവിടെ 10 മണിക്ക് വന്നവരുണ്ട്, അതുപോലെ ഇപ്പോൾ ഏതാണ്ട് 1 മണി ആകുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ മഴയത്തെല്ലാം നിങ്ങൾ ഇവിടെ സന്നിഹിതരായിരുന്നു. നിങ്ങളുടെ നീതിബോധത്തെ ഞാൻ വളരെയധികം ശ്ലാഘിക്കുന്നു. ഇതുപോലെയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള സമരങ്ങൾ, ഇതുപോലെയുള്ള സമരങ്ങൾ കൊണ്ട് അധികാരികൾക്കും അതുപോലെ പോലീസ് അധികാരികൾക്കും മനസ്സിലാവണം, ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കൃത്യമായ രീതിയിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ കുറ്റക്കാരെ ശിക്ഷിക്കുക തന്നെ വേണം എന്നുള്ളൊരു സന്ദേശമാണ് നമ്മളിപ്പോൾ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. അതുപോലെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്.
ഇവിടെ ഇതുപോലെയുള്ള കോരിച്ചൊരിയുന്ന മഴയത്തും ഈ സംഗമം നടത്തുന്നതിൽ വളരെയേറെ പേര് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഈ യോഗത്തിൻ്റെ കൂടുതലും ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയത് പ്രിയപ്പെട്ട നമ്മുടെ ശശികുമാറാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ശശികുമാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ സംഘം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ജോസ്മാനാണ്. അദ്ദേഹത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്പൂതിരി സാറ് അദ്ദേഹവും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് രഞ്ജിത്ത് ജി, അദ്ദേഹത്തിന് ഞാൻ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ കൂടി ഈ സംസാരിച്ച അഭിവാദ്യങ്ങൾ അർപ്പിച്ച എല്ലാവർക്കും, അതുപോലെ ഇത്രയും മഴയത്തും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഈ അർപ്പണബോധത്തിനും ഈ നീതിന്യായ വീഴ്ചയോടുള്ള നിങ്ങളുടെ സ്നേഹത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മൾ മുമ്പോട്ട് പോകും, നമുക്ക് നീതി ലഭിക്കുന്നത് വരെ മുമ്പോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നമുക്ക് ഇവിടുത്തെ ഈ സമരം അവസാനിപ്പിച്ച് പിരിയാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഈ പ്രതിഷേധ ധർണാ സമരം അവസാനിച്ചതായി അറിയിക്കുന്നു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നമ്മൾ കണ്ടത് വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു പ്രതിഷേധ ധർണയാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും ഒരാൾ പോലും പിന്നോട്ട് പോകാതെ അത്രത്തോളം ഒരു മികച്ച പ്രതിഷേധ ധർണ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു തുടക്കമാണ്. പോലീസ് പലതരത്തിൽ ഈ പ്രതിഷേധ ധർണകളെ അടക്കം അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പന്തൽ പൊളിപ്പിച്ചതും മറ്റുമൊക്കെ നമ്മളിവിടെ നിന്ന് കേട്ടതാണ്. പക്ഷേ എന്നിട്ടും കൊട പിടിച്ചായാലും അവർ ഈ പ്രതിഷേധ ധർണ പൂർത്തിയാക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ അവരിപ്പോൾ ഈ പ്രതിഷേധ ധർണ പൂർത്തിയാക്കിയിരിക്കുന്നു. ജിസ്മോളുടെയും പിഞ്ചോമനകളുടെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടരുകയാണ്.